ആ വേഗം പോര്. വണ്ടിയോ? ഹലോ, ഉറങ്ങുമായിരുന്നു തോന്നുന്നു. മഴയാ. അയ്യോ മഴ മഴ. അപ്പൊ കേറപ്പോ എത്ര ദിവസം വേണം നിന്നെ ഒന്ന് കണ്ടിട്ട്? അങ്ങനെ ഞങ്ങൾ അമ്മയും മോളും വീണ്ടും ഒന്നായി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മേ ബി എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറച്ചൊരു എനർജി കുറവ് ഫീൽ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വേദനയാണ്. പല്ല് ഏകദേശം തീരുമാനമായി കിടക്കുകയാണ്. സർജൻ വന്നിട്ട് ഇത് ഏകദേശം ഒന്ന് കീറിയിട്ട് വേണം ഒരു പല്ല് പുറത്തോട്ട് എടുക്കാൻ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് നല്ല പെയിൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വലിയൊരു എനർജി, സൗണ്ട് വലുതായി കൂട്ടാനുള്ളൊരു ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, വളരെ ലൈറ്റ് സൗണ്ടിൽ വോയിസ് എടുക്കുകയാണ്. അപ്പം ശോകം അടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എല്ലാം കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടുകൂടി ഒരു വരവുണ്ട്, എന്നിട്ട് വേണം കുറച്ച് പറയാൻ. അപ്പം ആദ്യത്തെ ഒരു വീഡിയോ എനിക്കറിയാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മേ ബി ദീപ്തി ടീച്ചറുടെ ചാനലിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഇന്നലെ രാത്രി ഇട്ടിട്ടുള്ള വീഡിയോയാണ്. ഇപ്പം തന്നെ 1,00,000-ൻ്റെ മുകളിൽ വ്യൂസ് ആ വീഡിയോ പോയിട്ടുണ്ട്. ഞാനിന്ന് വൈകുന്നേരമാണ് കേട്ടോ ഈ വീഡിയോ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിനെയും ഒരുപോലെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. ഒരു കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കാട്ടിൽ നിന്ന് അതിനെ കൊണ്ടുപോയി വീട്ടിലെത്തിച്ച് 2-ാം ദിവസം തന്നെ ഈ ചൈൽഡ് ലൈൻ എല്ലാം ഇടവിട്ട് ആ കുട്ടീനെ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നത്. എന്നാൽ അതിന് നല്ലൊരു കൺക്ലൂഷൻ ഇപ്പോൾ ടീച്ചർ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടീച്ചർ വായിൽ നിന്ന് തന്നെ കേൾക്കാം എന്താണ് ഇതിൻ്റെ തീരുമാനമെന്ന്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കണ്ട. സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ അറിയാലോ, എല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മുടെ കാട്ടിൽ നിന്നുള്ള കുട്ടിയില്ലേ നന്ദൂട്ടി, അവളെ അജിതയുടെ മോള്, അവളെ നമ്മൾ കൂട്ടിക്കൊണ്ടു വന്നായിരുന്നു. ശിശു സംരക്ഷണ വകുപ്പ് ഇടപെട്ട് ചിലരുടെയൊക്കെ പരാതി കാരണം അത് തിരിച്ച് കാട്ടിലേക്ക് വിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ ആയിരുന്നത് കൊണ്ട് എനിക്കതിലൊരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്കിവിടെ നിൽക്കാണ്ടൊന്നും കാര്യവും നടക്കത്തില്ല. അത് കാരണം നമ്മൾ ഇങ്ങനെ പിന്നെ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തൽക്കാലം എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് അവരെ കുടുംബത്തോടെ ഇറക്കുക. കാരണം ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് ചീത്തപ്പേരും ഞാൻ കേട്ടു ഈ ഒരു കാര്യം കാരണം. സത്യസന്ധമായ ഒരു കാര്യമാണ്. ഈവൻ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ പൊതുവെ വീഡിയോ കാണുമ്പം കമൻറ്റുകൾ ജസ്റ്റ് എടുത്ത് നോക്കലുണ്ട്. ഈ ദീപ്തി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ്. ഈവൻ അതിൽ വന്ന കമൻറ്റിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് യൂട്യൂബേഴ്സിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഒരു പ്രഹസനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ആ കുട്ടീനെ രക്ഷിച്ചത്, അല്ലാണ്ട് നിങ്ങൾക്ക് ആ കുട്ടീനോട് ഒരു റിയൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ കുട്ടീനെ കൊണ്ടുപോകുന്ന രീതിയിൽ അഭിനയിച്ചതാണ്. അല്ലെങ്കിൽ എന്തിനാണ് ആ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയത്? പോയ അപ്പം തന്നെ നിങ്ങൾ തിരിച്ചു കൊടുത്തു. ഇത് നിങ്ങളുടെ ഒരു പുതിയ പ്ലാൻ ആയിരുന്നില്ലേ? സബ്സ്ക്രൈബറിനെ പറ്റിക്കണം. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. ഞാൻ തന്നെ ആലോചിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് പറയാൻ തോന്നിയത്. ഇവൻ ആ വീഡിയോ കണ്ട് ലാസ്റ്റ് ചൈൽഡ് ലൈൻ ഇടപെട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ലീഗൽ വശങ്ങളൊക്കെ. ഞാനും ലീഗൽ വശത്തിലല്ല കണ്ടത്. ഞാൻ ആലോചിക്കുകയാണ്, ഞാനെന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ചെയ്യുമോ? ഞാൻ ബേസിക്കലി പഠിച്ചത് സോഷ്യൽ വർക്കാണ്, MSW മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്കാണ്. അപ്പോൾ സോഷ്യൽ വർക്ക് ഫീൽഡിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 5 ഇയർ ഓഫ് സോഷ്യൽ വർക്ക് പഠിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് ജില്ലകളിൽ ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാരുടെ ഇടയിലും ഞാൻ ഫീൽഡ് വർക്കും ഇൻറ്റേൺഷിപ്പും പ്ലേസ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഞാൻ കാണാത്ത, എൻ്റെ മനസ്സിൽ പോലും പോവാത്ത, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ ലൈഫിൽ കാണുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വരെ ആലോചിച്ച രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഈ ദീപ്തി ടീച്ചറുടെ സൈഡിൽ നിന്ന് വന്നത്. ഞാനും ഒരുപോലെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പം അത്ര സ്നേഹത്തോടു കൂടി അത് കണ്ട് 2-ാം ദിവസം ആയപ്പോഴേക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം വന്നു. എന്നാൽ ഇത് കണ്ട ജനങ്ങളെ, ഇത് സപ്പോർട്ട് ചെയ്ത ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് എന്താന്ന് കേൾക്കാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാല്, അജിതെ 3 മക്കളെ കൊണ്ടുവരാൻ പോവാണ്. നമ്മുടെ അജയ് ഇല്ലേ ജോലി ചെയ്യുന്നത്, അവൻ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ 1.5 മാസമായി. അപ്പൊ അവൻ ഇനി തിരിച്ചു വരുന്ന കോളൊന്നുമില്ല. അപ്പൊ അജയുടെ റൂമില് ഇവർക്ക് നിൽക്കാം, ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാം, ഇനി വെച്ച് കഴിക്കണമെങ്കിൽ വെച്ച് കഴിക്കാം. അജിതയ്ക്ക് ഫാമിൽ ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം, ശമ്പളം നമുക്ക് കൊടുക്കാം, എല്ലാം. അതായത് അവർക്കൊരു ജീവിതമാർഗവും കിടക്കാനൊരു സ്ഥലവും, കാട്ടിൽ നിന്ന് ഇറങ്ങുക, അത് തന്നെയുള്ള കാര്യം. അപ്പോൾ നമ്മൾ കൊടുത്ത കട്ടിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം അവിടെ തന്നെ വെച്ചേക്കുവാണ്, കാട്ടിൽ തന്നെ വെച്ചേക്കുക. 2 ദിവസം കഴിഞ്ഞ് വണ്ടി പോയി അത് എടുത്തിട്ട് വന്നോളും. വണ്ടി വിട്ട് അതെടുപ്പിക്കാം.
പിന്നെ അപ്പോൾ അജിതയൊക്കെ ബസ് ഇപ്പൊ കയറും. കാട്ടി ഭയങ്കര മഴയായതുകൊണ്ട് ബസ് കയറിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവര് വരുമ്പോഴത്തേക്ക് എന്ത് നല്ല തീരുമാനം അവരെടുത്തത്. അവർക്ക് വേണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഈ ഒരു കേസ് വേണ്ടാന്ന് വെച്ചിട്ട് പോവായിരുന്നു. കാരണം അത്രയ്ക്ക് അവർ അനുഭവിച്ചു കഴിഞ്ഞു. കമൻറ്റിൽ കൂടെ ഉള്ളൊരു മെൻ്റൽ ട്രബിൾ ആണെങ്കിലും ലീഗൽ അതോറിറ്റീൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും എന്തിന് ഒരാളെ സഹായിക്കാൻ നോക്കിയതിന് വേണ്ടാന്ന് വെച്ച് പോവായിരുന്നു. പക്ഷേ അവരത്രത്തോളം ആ കുട്ടീനോടും ആ വ്യക്തിനോടും കാണിച്ച ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്നവർ കരുതിയത്. അങ്ങനെ അവരെടുത്തൊരു തീരുമാനമാണിത്. ആ പെർട്ടിക്കുലർ അജിതേനെയും, അജിതയ്ക്ക് 4 കുട്ടികളാണുള്ളത്, ഒരു കുട്ടി ഹോസ്റ്റലിലാണുള്ളത്. അപ്പോൾ അജിതേനെയും 3 കുട്ടികളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ ഒരു കൂടെ വർക്ക് ചെയ്തുകൊണ്ട് നിന്ന് അജയ് എന്ന് പറയുന്ന വ്യക്തി നിന്ന് ആ റൂം ഇനി അവർക്ക് കൊടുക്കുകയാണ്. ആൻഡ് വേണമെങ്കിൽ തൊഴിൽ അവർക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ നല്ല താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഫാമിൽ ഒരു ജോലിയും കൊടുക്കുകയാണ്. ആ ജോലിക്ക് വേണ്ട സാലറിയും കൊടുക്കും. എന്തൊരു മാറ്റം ഉണ്ടായത്. ഇതുകൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായെന്ന് അറിയാം. കുട്ടികൾക്ക് കാടിൽ നിന്ന് മാറി ജീവിക്കാൻ പറ്റി, കുറച്ചും കൂടെ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടി, കുറച്ചും കൂടെ കാട് ലൈഫ് അല്ലാത്ത പുറം ലൈഫിനെ കൊണ്ട് മനസ്സിലാവാൻ പറ്റി. അജിതയ്ക്ക് നല്ലൊരു ജോലി കിട്ടി. ഇനി അജിതയ്ക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നാലും അജിതേനെ നോക്കാൻ അവിടെ ടീച്ചറും ബാക്കിയുള്ള ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന അവസ്ഥയിൽ നിന്ന് ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ അജിതയ്ക്ക് സാധിച്ചു. ഇതിലും നല്ലൊരു മനസ്സ് ആർക്കുണ്ട്? ഇതിലും നല്ലൊരു കാര്യം ആര് ചെയ്യും? വേണ്ടാന്ന് വെച്ച് പോകേണ്ട ആ വേദിയിൽ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. കളിയാക്കിയവരെയും പരിഹസിച്ചവരെയും മാറ്റി നിർത്തിയവരെയും കുറ്റപ്പെടുത്തവർക്കും ഇനി എന്താ പറയാനുള്ളത്? ഇനി എന്താ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? ശരിക്കും നമ്മൾ പറയില്ലേ, ദൈവം എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ദൈവം ഈ ലോകത്തുണ്ടാവും ദൈവത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഒരാൾ തന്നെയാണ് ഈ ദീപ്തി ടീച്ചർ. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഫാൻസും ഇത്രത്തോളം സപ്പോർട്ടും അവർക്കുള്ളത്. അപ്പോൾ ഒരു വ്യക്തി നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയാം, തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റ് എന്ന് പറയാം. ഇനി എന്തൊക്കെയാണെങ്കിലും, ഇനി യൂട്യൂബിൽ അവർ ക്യാഷ് ഉണ്ടാക്കുകയാണെങ്കിലും കണ്ടന്റ് ഇടുകയാണെങ്കിലും ഒരു വ്യക്തിനെ സഹായിച്ചില്ലേ, അവരെ കൊണ്ടുവന്നില്ലേ? നിങ്ങൾ എത്ര പേരത് ചെയ്തു? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന ഈ അവസ്ഥയിൽ കൂടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്? ഞാൻ വീണ്ടും പറയുന്നത്, കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അവർ ചെയ്യുന്നത് പോലെ ചെയ്ത് കാണിക്കൽ വളരെ പാടാണ്. അപ്പോൾ ഈ കുറ്റം പറയുന്നതിന് മുമ്പ് ഒന്ന് ഇരുന്ന് ആലോചിക്കുക, നമുക്ക് അതിനുള്ള ഒരു ഇതുണ്ടോ എന്ന്. ആരോഗ്യവും വരുമാനം ഉള്ളിടത്തോളം കാലം നമുക്ക് അവരെ കൂടെ നിർത്താൻ പറ്റും. പക്ഷേ ഇപ്പൊ നമ്മൾ കൂട്ടിയിട്ട് വരുന്ന പ്രധാനമായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ, നാട്ടിൽ 1-2 പ്ലോട്ട് പോയി ഞങ്ങൾ കണ്ടു. കുറച്ച് സ്ഥലം അജിതയുടെ മക്കളുടെയും പേരിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ സ്ഥലത്ത് ഒരു വീട്, ചെറിയൊരു വീട്, പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടിയോ അല്ലാതെയോ എങ്ങനെയെങ്കിലും ചെറിയൊരു വീടും കൂടെ വെച്ച് കൊടുക്കണം. നമ്മുടെ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് നമുക്ക് കുറേശ്ശെ തറ കെട്ടിയിട്ടും പില്ലർ കെട്ടിയിട്ടും ഒക്കെ നമുക്കൊരു ചെറിയൊരു വീടും കൂടെ ആക്കാം. അപ്പോൾ വീടിന്റെ കാര്യത്തിനായാലും സ്ഥലത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇനി ഒരുപക്ഷെ ഇനി അജിതയ്ക്കായിട്ട് തിരിച്ചു പോകണമെങ്കിൽ അജിത പോവും, അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിനാണ് ഇനി വിട്ടേക്കുന്നത് നമ്മൾ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഇതിലും ഇനി കുറ്റം കണ്ടെത്തുന്നവർ കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുന്നവർ ഒരു മാറ്റി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവർക്കൊരു നല്ലൊരു പ്ലോട്ട് സ്ഥലം എടുത്തു കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി, ഗവൺമെൻറ് ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട് 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീടൊക്കെ കെട്ടിക്കൊടുക്കാൻ, ആ പ്രൊജക്റ്റോട് കൂടി അവർക്കൊരു വീടും കൂടി കെട്ടിക്കൊടുക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു വ്യക്തി എത്ര എന്താ പറയുക, ഒരു മനുഷ്യപ്പെറ്റ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലെ ദൈവം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവും. ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് കടക്കാനൊരു വീട്, കഴിക്കാൻ ഭക്ഷണം, പിന്നെ അവനവൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു സൗകര്യം. ആ സൗകര്യത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇത്രത്തോളം പെടാപ്പാട് പെടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവരെ മാത്രമല്ല, എത്രയോ ആൾക്കാർ ഇവർ സഹായിക്കുന്നുണ്ട്, എത്രയോ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ സഹായിക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും ഒരിക്കലും അവരെ കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞാൽ എന്താ പറയുക, ദൈവം പോലും സഹിക്കില്ല എന്ന് പറയുന്ന ഒരു സാധനം. കാരണം അവർ അത്രത്തോളം സന്തോഷത്തോടു കൂടി വന്ന ആ കുട്ടീനെ തിരിച്ചു കൊണ്ടാക്കുമ്പോൾ മനസ്സ് അത്രത്തോളം കലങ്ങിയത് കൊണ്ട് മാത്രമാണ് അവർ വീണ്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് പോയത്. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വീടുള്ള ഒരാളാണ്. നിങ്ങൾ എത്ര പേര് ഒരാളെ കൊണ്ടുവന്ന് അവിടെ ഫോസ്റ്റർ കെയറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാലം നിങ്ങളുടെ കൂടെ വളർത്തും, കുറച്ച് കാലം നിങ്ങൾ ടേക്ക് കെയർ ചെയ്യും. മേ ബി ഈ വീഡിയോ കാണുന്ന 100 ആളിൽ ചിലപ്പോൾ ഒരു 10 ആൾ ചെയ്യുമായിരിക്കും, ബാക്കി 90 ആൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് സാഹചര്യം ഇല്ലായിട്ടാണോ, അവസ്ഥ ഇല്ലായിട്ടാണോ? അല്ല, അതിനുള്ളൊരു മനസ്സ് വേണം. ആ മനസ്സ് കാണാൻ ശ്രമിക്കാം.
അതിൻ്റെ പുറകിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കുറ്റങ്ങളുണ്ടാവാം. നിങ്ങളിത് എന്തിന് ഫിലിം ചെയ്ത് കാണിക്കുന്നു? ഫിലിം ചെയ്ത് കാണിക്കാം. അറ്റ്ലീസ്റ്റ് ഇത് കണ്ട് മോട്ടിവേറ്റഡ് ആയി 2-3 ആൾ ചെയ്താലോ, അല്ലെങ്കിൽ ഇത് വീഡിയോ കാണുന്നത് വഴി അവർക്ക് റീച്ച് കിട്ടി, അതിൽ നിന്ന് പൈസ കിട്ടി, ആ പൈസ വരെ സഹായിക്കാൻ ഉപയോഗിച്ചാലോ? ഏത് സാധനത്തിനും പോസിറ്റീവ് ആംഗിളിലും കാണാം, നെഗറ്റീവ് ആംഗിളിലും കാണാം. നെഗറ്റീവ് ആംഗിളിലാണ് നിങ്ങൾ കാണാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവും. എന്ന് നിങ്ങൾ പോസിറ്റീവ് ആംഗിളിൽ കാണാൻ ശ്രമിക്കുന്നോ അന്നേ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ഉണ്ടാവും. സോ അത്രയും എനിക്ക് വീഡിയോയിൽ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.